ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഏകദേശം 2000-നും കൂടുതലായി കഴിഞ്ഞു, ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് സപ്ലൈ, അതുപോലെ തന്നെ ഫുൾ ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഗ്രാം കാര്യങ്ങളെല്ലാം നമ്മുടെ തന്നെ ആക്റ്റീവായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസം 500-ൽ മുകളിൽ ഓർഡേഴ്സാണ് ഡ്രോപ്പ് ഷിപ്പേഴ്സിൻ്റെ ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ട്രസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് റിവ്യൂ ആപ്പിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഒരു ഇ കോമേഴ്സ് ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിന്, ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആവട്ടെ, ഏതൊരു രീതിയിലുള്ള ഇ കോമേഴ്സ് ബിസിനസ് ആയിക്കോട്ടെ, അവരുടെ പ്രൊഡക്ട്സിന് പ്രോപ്പറായിട്ടുള്ള റിവ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിക്കുള്ള ഓർഡേഴ്സും അതുപോലുള്ള കൺവേർഷനും കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ കൺവേർഷൻ എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആഡ്സ് റൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ, ആ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യാനൊക്കെ ഈ ഒരു റിവ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റിവ്യൂ ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് തന്നെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ്. നിങ്ങൾ റൺ ചെയ്യുന്ന ഇ കോമേഴ്സ് ബിസിനസ് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ആയിക്കോട്ടെ, അത് വൂകോമേഴ്സിലോ ഷോപ്പിഫൈയിലോ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ബിൽഡ് ചെയ്തതായിക്കോട്ടെ, നിങ്ങൾക്ക് സ്കിൻ കെയറോ അല്ലെങ്കിൽ ഫാഷനോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ് സെല്ലിങ്ങോ അല്ലെങ്കിൽ നോർമൽ ഇലക്ട്രോണിക്സ് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് നമ്മുടെ ക്ലയൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു റിവ്യൂ ആപ്ലിക്കേഷനിലുള്ള കീ ഫാക്ടേഴ്സ്? നിങ്ങളുടെ റിയൽ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഇമെയിൽ ഓട്ടോമേഷൻ ഉണ്ട്, റിയൽ ടൈം ട്രാക്കിംഗ് ഉണ്ട്, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിഡ്ജസ് ഇതിൽ ഓൾറെഡി ഉണ്ട്. കൂടെ തന്നെ AI ഓട്ടോമേറ്റഡ് ആണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. സോ ഇറ്റ്സ് മേക്ക് സോ ഈസി, റൈറ്റ്? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് കാണാം. ഞാൻ സാമ്പിളായിട്ട് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. ആ ഒരു പ്രൊഡക്റ്റിൽ എങ്ങനെ റിവ്യൂസ് ആഡ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ട്യൂട്ടോറിയൽ നമുക്ക് കാണാം. അങ്ങനെയാണ് നമ്മുടെ സ്റ്റോറിലേക്ക് ട്രസ്റ്റോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് റിവ്യൂസ് ആഡ് ചെയ്യാന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് കാണാം. സോ വി ആർ ഗോയിങ് ടു ഷോപ്പിഫൈ ആപ്പ് സ്റ്റോർ. ഷോപ്പിഫൈ ഇന്റർഫേസ് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്കായിരിക്കും നമ്മൾ കിടക്കുക. ദെൻ സെറ്റിംഗ്സ് പോവാം. സെറ്റിംഗ്സിൽ തന്നെ ആപ്സ് ആൻഡ് സെയിൽസ് ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ദെൻ ഇതിൽ നേരെ ഡയറക്റ്റ് നമ്മുടെ ട്രസ്റ്റോ എന്നുള്ളത് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. trustio.io റിവ്യൂസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ റിവ്യൂ ആപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. ഏകദേശം 1000-ഓളം റിവ്യൂസ് ഇതിന് തന്നെ ഓൾറെഡി ഉണ്ട്. യെസ്, നമുക്ക് കാണാം. നല്ല റിവ്യൂ തന്നെയാണ്. ആക്ച്വലി ഏകദേശം ഒരു 1200-ഓളം 4.9 അബവ് റിവ്യൂസ് ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമ്മുടെ സ്റ്റോറിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിന് ഓപ്പൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മുടെ ആ ഒരു ട്രസ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അടുത്ത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്കിത് എനാബിൾ ചെയ്യണം. നമ്മുടെ തീമിലേക്ക് ഇത് നമ്മൾ എനാബിൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓൾറെഡി ഓൺലൈൻ സ്റ്റോറിൽ നമ്മുടെ സ്റ്റോർ കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിലേക്ക് നമ്മൾ എനാബിൾ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ആപ്ലിക്കേഷൻ എനാബിൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോഴാണ് നമുക്ക് പ്രൊഡക്റ്റ് വൈസ് നമുക്ക് റിവ്യൂസ് ആഡ് ചെയ്യാനും അതിൽ ഓരോ ബാഡ്ജുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എനാബിളിലാവും ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിൽ കണ്ടോ ട്രസ്റ്റോ യുവർ പ്രൊഡക്റ്റ് റിവ്യൂസ് ഈസ് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഓരോ പ്രൊഡക്റ്റ് വൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഒരു റിവ്യൂ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിത് സേവ് ചെയ്തു. യെസ്, അപ്പോൾ നമുക്ക് ഇതിൽ ട്രസ്റ്റോ എന്ന ആപ്ലിക്കേഷനിൽ നമുക്ക് അതിൻ്റെ പ്ലാനുകൾ നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പ്ലാനുകൾ കാണാം. ട്രസ്റ്റോ റിവ്യൂസിൻ്റെ പ്ലാനുകൾ. ഒന്ന് എന്റർപ്രൈസ് പ്ലാൻ ഏകദേശം $69 വരുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ബിസിനസ് ആണെങ്കിൽ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രോത്ത് പ്ലാൻ വരുന്നത് $23, ഏകദേശം ഒരു 2000 റുപ്പീസിൻ്റെ അടുത്താണ് വരുന്നത്. നമുക്ക് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ആണ് നമ്മുടെ ബിസിനസ് എങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രോത്ത് പ്ലാൻ നമുക്ക് യൂസ് ചെയ്യാം. ബിഗിനിങ് സ്റ്റേജിൽ ആസ് എ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ അല്ലെങ്കിൽ ഒരു പ്രിന്റ് ഓൺ ഡിമാൻഡ് സ്റ്റോർ ആണ് നിങ്ങളുടെ, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർട്ടർ പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റാർട്ടർ പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാനുകൾ ഓരോരോ ബ്രാൻഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടർ പ്ലാനിൽ എന്തൊക്കെ വരുന്നത്, അൺലിമിറ്റഡ് റിവ്യൂസ് ആഡ് ചെയ്യാൻ പറ്റും, ബ്രാൻഡഡ് ഇമെയിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ ഗൂഗിളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും, പിന്നെ അവരുടെ റിവ്യൂസിന് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ 24/7 അവരുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും നമുക്കുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം,
ഈ ഒരു സ്റ്റാർട്ടർ പ്ലാൻ എടുക്കുക. ഓക്കെ, സ്റ്റാർട്ടർ പ്ലാൻ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. യെസ്, നമുക്ക് 7 days നമുക്ക് ട്രയൽ പീരീഡ് ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് ടോട്ടൽ ഇതിന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയുണ്ടെന്നുള്ള ഇന്റർഫേസ് കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്ലാൻ നേരത്തെ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പേജ് ട്രസ്റ്റോ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേജിലേക്ക് വരുമ്പോൾ ഇതിൽ ആക്ടിവേറ്റ് ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. നമ്മൾ ഇത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോറിൽ വന്നിട്ട് നമ്മൾ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറിലും ഡയറക്റ്റ് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതിൽ ഓപ്ഷൻ മൈഗ്രേറ്റ് ഓർ ഇമ്പോർട്ട് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗോ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ നേരെ ഈ ഒരു ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കളക്ട് റിവ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കടക്കും. അതുപോലെ തന്നെ എനേബിൾ ഓട്ടോ ഇമെയിൽ റിവ്യൂ റിക്വസ്റ്റ്. ഒരു കസ്റ്റമർ നമ്മളൊന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഇമെയിലേക്ക് ഡയറക്റ്റ് റിവ്യൂ ചോദിച്ചിട്ട് ഇപ്പോൾ പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ ഷോപ്പിഫൈയിൽ ഓട്ടോമാറ്റിക്കലി അത് ഫുൾഫിൽമെന്റ് നടക്കും. ആ സമയത്ത് ആ ഒരു കസ്റ്റമറുടെ ഇമെയിൽ മനസ്സിലാക്കിയിട്ട് ആ ഇമെയിലേക്ക് ഡയറക്റ്റ് ഈ ഒരു ട്രസ്റ്റോ ഈ ഒരു റിവ്യൂ ആപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇമെയിൽ സെൻഡ് ചെയ്തിട്ട് ആ കസ്റ്റമറുടെ സൈഡിൽ നിന്നും ആ ഒരു റിവ്യൂ കളക്ട് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ അടുത്തത് വരുന്നത് ഡിസ്കൗണ്ട്. ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഇതിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമുക്ക് നേരെ റിവ്യൂ എങ്ങനെയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് കടക്കാം. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആദ്യം വിഡ്ജറ്റ് നമുക്ക് കാണാം. വിഡ്ജറ്റ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിൽ കൊടുത്തിരിക്കുന്നത് നോർമൽ വിഡ്ജറ്റ് ആണ് കേട്ടോ. നോർമൽ ആയിട്ടുള്ള വിഡ്ജറ്റ് ആണ്. നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഫോട്ടോ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ആ രീതിക്കുള്ള വിഡ്ജറ്റ് ഇതിൽ വരും. ഓക്കെ, നമുക്ക് വേണ്ടത് ഫോട്ടോ ആണ്. പ്രയോറിറ്റി ഫോട്ടോ ആണ്, വീഡിയോ ആണ്. നോർമൽ ആയിട്ടുള്ള അതല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, കളർ കോമ്പിനേഷൻ ഏതൊക്കെ കളർ കോമ്പിനേഷൻസ് വേണ്ട. ഇപ്പൊ ഈ സ്റ്റാർ ഇടുന്നില്ല. അപ്പൊ സാധാരണ സ്റ്റാറിന്റെ കളർ ഈ ഒരു കളറാണ് വരാറ്, യെല്ലോ കളറാണ് വരാറ്. നമുക്ക് അത് തന്നെയാണ് നമ്മളത് കൊടുക്കാറുള്ളത്. ഇതൊക്കെ ഏത് കളറാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് വരുത്തേണ്ട ആവശ്യങ്ങളില്ല. വേണമെങ്കിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താം. പ്രൊഫഷണൽ ടച്ച് കിട്ടാനായിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ട്. റിവ്യൂസ് ഇപ്പോൾ ഞാൻ നേരത്തെ സ്പ്ലിറ്റ് ആയിട്ടുള്ള റിവ്യൂസ് ആയിരുന്നു കൊടുക്കുന്നതാണ്. ഞാനത് ഗ്രിഡ് എന്നുള്ള ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇതിൽ തന്നെയുണ്ട്. ഞാൻ ഇതിൽ കുറച്ചുകൂടി ഗ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ളത് കൊണ്ട് ഗ്രിഡ് കൊടുത്തു. ദെൻ അടുത്ത നെക്സ്റ്റ് മാനേജ് റിവ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി നമ്മൾ റിവ്യൂ ആഡ് ചെയ്യാൻ പോകും. ഒരു പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ അതിൽ റിവ്യൂ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ കളക്ട് റിവ്യൂസ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ കാണാം നമുക്ക് ഇമെയിൽ സെൻഡ് ചെയ്യേണ്ട ടൈമിങ് കാര്യങ്ങളെല്ലാം ഇതിൽ ഓട്ടോമാറ്റിക് ഡിഫോൾട്ട് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാർ റിവ്യൂസ് മാത്രമാണ് ആഡ് ചെയ്യാനുള്ളത്. ആ കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇമ്പോർട്ട് റിവ്യൂ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇമ്പോർട്ട് അലി എക്സ്പ്രസ് ഓർ ആമസോൺ. അപ്പൊ ഇന്ത്യയിൽ അലി എക്സ്പ്രസ് സൈറ്റ് ബാൻ ആണ്. ചിലപ്പോൾ ഓൺ ആയിട്ട് അപ്പൊ തന്നെ ഡൗൺ ആയി പോകാനുള്ള സാധ്യതകൾ കാര്യങ്ങളുണ്ട്. പിന്നെ നിങ്ങൾക്ക് CSV ഫയൽ ഉണ്ടെങ്കിൽ CSV ഫയൽ റിവ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാമ്പിൾ ഇതിൽ തന്നെ ഡൗൺലോഡ് ഈ സാമ്പിൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സാമ്പിൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യുക, ചെക്ക് ചെയ്യുക അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിവ്യൂസ് നിങ്ങളുടേതായ രീതിയിൽ റിവ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു CSV ഫയൽ ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റിവ്യൂസ് ആഡ് ചെയ്യാം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ബുക്ക് മാർക്ക് ഇമ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു ബുക്ക് മാർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ബുക്ക് മാർക്ക് ബാറിൽ ഒരു ബുക്ക് മാർക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ സിംഗിൾ ഡ്രോപ്പ് ഷിപ്പ് മാൻ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്ലിക്കേഷൻ ആണ്. അപ്ലിക്കേഷനിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് തന്നെ അത് തന്നെ ഇന്റിഗ്രേറ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ പ്രൊഡക്ട്സിലേക്കുള്ള റിവ്യൂസ് കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പോകുന്നത് ആമസോൺ ഇമ്പോർട്ട് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ നോക്കാം. അപ്പൊ ഇതിൽ തന്നെ സൈഡിൽ ഓപ്ഷൻ ഉണ്ട് ഇമ്പോർട്ട് ഫ്രം അലി എക്സ്പ്രസ്. അപ്പൊ അലി എക്സ്പ്രസ് ആക്ച്വലി നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലി എക്സ്പ്രസിന്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കിട്ടും. പക്ഷെ അലി എക്സ്പ്രസ് വെബ്സൈറ്റ് ഓപ്പൺ ആവില്ല. നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, എക്സ്പ്രസ് ആക്ച്വലി URL is prohibited in accordance with the order received from the competent government authority. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ 10 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഇത് അലി എക്സ്പ്രസ് ആണെങ്കിൽ അലി എക്സ്പ്രസ് നിങ്ങൾക്ക് VPN വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ VPN വെച്ച് യൂസ് ചെയ്യാം.
ഞാൻ സിമ്പിളി നിങ്ങൾക്ക് എങ്ങനെയാണ് ആമസോൺ വഴി ആഡ് ചെയ്യണമെന്ന് കാണിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ്. ക്രോം യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് വളരെ എളുപ്പമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ബുക്ക് മാർക്ക് ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നേരത്തെ ആമസോണാണ് കാണിച്ചത്, നമുക്കിത് സോറി നേരത്തെ അലി എക്സ്പ്രസ് ആണ് കാണിച്ചത്. ഇപ്പൊ ആമസോൺ വഴി എങ്ങനെ ആഡ് ചെയ്യുന്നത് കാണിച്ചത്. അപ്പൊ ആമസോൺ വഴി കണ്ടോ, പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആമസോണിൽ പുതിയ റെഗുലേഷൻ കാരണം ഇപ്പോ ഡയറക്റ്റ് ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് പകരം ലിങ്ക് ത്രൂ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം ബുക്ക് മാർക്ക് വഴി നിങ്ങൾ ആ ഒരു ഇത് വെച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബുക്ക് മാർക്ക് വഴി ആഡ് ചെയ്യാൻ നോക്കാം. നേരെ ബുക്ക് മാർക്ക് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇത് നമുക്ക് ബുക്ക് മാർക്കിലേക്ക് ആഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഈ ഓപ്പൺ സൈഡ് പാനൽ ടു സീ ഓൾ ബുക്ക് മാർക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു ബുക്ക് മാർക്ക് ബാർ കണ്ട അതിലേക്ക് ഈ ഒരു ഇത് ഡ്രോപ്പ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം യെസ് ടി ടി ഇമ്പോർട്ട് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കണ്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ബുക്ക് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഡ്രാഗ് ചെയ്തു, നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഡയറക്റ്റ് ആമസോൺ വഴി നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്, റിവ്യൂസ് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇമ്പോർട്ട് റിവ്യൂ ക്ലിക്ക് ചെയ്ത് നമ്മളിപ്പോൾ തൽക്കാലം എടുക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ ഇത് കാണിച്ചു തരാം. പ്രൊഡക്റ്റ് 0 റിവ്യൂസ് ആണ്, റിവ്യൂസ് കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഡക്റ്റ് പേജ്, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആമസോണിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ആമസോൺ ഡോട്ടിന് നമുക്ക് പോവാം. ആമസോൺ ഡോട്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് സെയിം പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ റിവ്യൂസ്, ഈ ഒരു പ്രൊഡക്റ്റ് ആണ് ഇതിന്റെ റിവ്യൂസ് നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. ഏകദേശം 686 റിവ്യൂസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ റിവ്യൂസ് ആഡിങ്ങിലേക്ക് പോവാം. ഓൾ ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ സൈഡ് പാനൽ ടു സി ഓൾ ബുക്ക് മാർക്സ് ക്ലിക്ക് ചെയ്തു, ബുക്ക് മാർക്ക് ബാർ ക്ലിക്ക് ചെയ്തു, ടി ടി ഇമ്പോർട്ട് റിവ്യൂസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഡയറക്റ്റ് ആ ബുക്ക് മാർക്കിൽ ആ ടി ടി ഇമ്പോർട്ട് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് ഇവിടെ വന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ, ഈ നമ്മുടെ സ്റ്റോർ നെയിം ഇതാണ്. ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് 20 റിവ്യൂസ് നമുക്ക് വേണ്ട, 30 റിവ്യൂസ് നമുക്ക് ആഡ് ചെയ്യാം. ഫോട്ടോ റിവ്യൂസ് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നോ അപ്ഡേറ്റ് റിവ്യൂ ഇമ്പോർട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്നും കുഴപ്പമില്ല, കാരണം ഇതൊക്കെ ജെന്യുയിനായിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നോ വറീസ്. ഓക്കെ, ഇമ്പോർട്ട് റിവ്യൂസ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതില് റിവ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഇതിന്റെ റിവ്യൂസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, റീഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, ഇതിന്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത അതേ ടീമിൽ തന്നെ വന്നിരിക്കുന്നത്. 5 സ്റ്റാർ മാത്രമാണ് ആഡ് ആയിട്ടുള്ളത്. ഫുള്ള് ഫോട്ടോ സഹിതമാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനായിട്ട് പറ്റിയത്. ഇപ്പൊ പ്രൊഡക്റ്റ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് മാറിപ്പോയുള്ളതെന്ന് വെച്ചാൽ ഈ പ്രൊഡക്റ്റിന് ഒരു വേറെ പ്രൊഡക്റ്റ് ആയിട്ട് വീണ്ടും ചേഞ്ച് ചെയ്യാം. ഇഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു റിവ്യൂസ് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നൈസായിട്ട് ചേഞ്ച് ആയി പോയി. നമുക്ക് എന്ത് ചെയ്യാം, ആ റിവ്യൂസ് ഇപ്പൊ ആഡ് ആയിട്ടുള്ള റിവ്യൂസ് നമുക്ക് ഇതിൽ കണ്ടോ, 26 റിവ്യൂസ് ആഡ് ആയിട്ടുണ്ട്. നമുക്കത് എന്ത് ചെയ്യാം, ഇതിൽ കാണാം ആഡ് ആയിട്ടുള്ള റിവ്യൂസ്. ഇതിലെന്താന്ന് വെച്ചാൽ സപ്ലയറുള്ള മിക്ക എല്ലാ പ്രൊഡക്ട്സുകളുടെയും കയറിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന്റെയും കയറിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ സപ്ലയർ പ്രൊഡക്ട്സുകളുടെയും കയറിയിട്ടുണ്ട്. ഓക്കെ, നോ ഇഷ്യൂ. നമുക്കിത് ഇനിയിപ്പോ ഇതിൽ ആവശ്യമില്ലാത്ത റിവ്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആഡ്സ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സിന്റെ കൺവേർഷൻ റേറ്റ് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് റിവ്യൂസ് ഒരു കാര്യങ്ങളും ചെയ്യാതെയാണ് നമ്മൾ ആഡ്സിലേക്ക് കടക്കുന്നെങ്കിൽ നല്ല രീതിയിലുള്ള ലോസ് കാര്യങ്ങളായിട്ട് നമുക്ക് ഉണ്ടാവും. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമ്പോർട്ടർ റിവ്യൂസ് അതുപോലെ തന്നെ മാനേജർ റിവ്യൂസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ പ്രൊഡക്റ്റിലാണ് വേണ്ടത്, ഇനി ഏതെങ്കിലും റിവ്യൂസ് അൺപബ്ലിഷ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ഇനിയിപ്പോൾ ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ സ്റ്റോറിൽ കയറുകയാണെങ്കിൽ ഡയറക്റ്റ് ഇപ്പോൾ റൈറ്റ് റിവ്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വിത്ത് ഫോട്ടോ സഹിതം ഇമെയിലും കൊടുത്തിട്ട് അവർക്ക് തന്നെ ഡയറക്റ്റ് ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്ര കാര്യങ്ങൾ യാ. അപ്പോൾ നിങ്ങൾക്കിത് അപ്പോൾ ഇതിൻ്റെ റിവ്യൂസ് കാര്യങ്ങൾ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ആമസോണിലുള്ള ഏത് റിവ്യൂസും വിത്ത് 1 ക്ലിക്കിൽ ബുക്ക് മാർക്ക് വഴി നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോറിൻ്റെ ഒരു ട്രസ്റ്റ് ഫീൽ ചെയ്യിപ്പിക്കാനും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ത്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് 30% ഓഫർ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ ആരും മറക്കണ്ട, നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതുപോലുള്ള ഒരുപാട് കണ്ടൻസ് ഇനിയും വരുന്നുണ്ട്. കാരണം നമ്മളൊരു പ്രൊജക്റ്റ് ബേസായിട്ട് തിരക്കായതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് കൂടുതൽ വരാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ കണ്ടൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.